എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണത്തിൽ ഒരു ഭാഗവും കണ്ടെടുത്തു. നിലമ്പൂർ കോവിലകത്ത് മുറിയിലെ കണ്ടമ്പാട്ടിൽ മാധവരാജിന്റെ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മോഷണം നടന്നത്. നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു. ഇന്ന് 12 മണിക്കാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത്. നിലമ്പൂർ കോവിലകത്ത് മുറിയിലെ കണ്ടമ്പാട്ടിൽ മാധവരാജിന്റെ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മോഷണം നടന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുൻവാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ വീട്ടിനുള്ളിൽ കയറി മോഷണം നടത്തിയതെന്ന് മാധവരാജിന്റെ ഭാര്യ സതീദേവി നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. 8 പവനോളം സ്വർണവും 46,000 രൂപയും മകളുടെ ഫോണുമാണ് കാണാതായതെന്നാണ് പരാതി. നിലമ്പൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങളും 30,000 രൂപയും തിരച്ചിലിനിടയിൽ കണ്ടുകിട്ടി. നിലവിൽ 16,000 രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. മോഷണം പോയെന്ന് കരുതിയ മൊബൈൽ ഫോൺ കുതിരപ്പുഴയുടെ ചക്കാലക്കുത്ത് ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുണ്ട്. മാധവരാജിന്റെ ഭാര്യ സതീദേവി കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിലമ്പൂർ ബ്രാഞ്ച് മാനേജറായിരുന്നു. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തുണികൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിനുള്ളിലായിരുന്നു 30,000 രൂപ ഉണ്ടായിരുന്നത്. മുടവണ്ണുള്ള എൻ്റെ സ്ഥലത്ത് പോയിട്ട് ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും നിലമ്പൂർ ടൗണിലെത്തിയപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, നിൻ്റെ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട്, പിന്നെ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, നേരെ സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇന്നലെ വൈകുന്നേരം വരെ സ്റ്റേഷനിലായിരുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്ന് CPM കോവിലകത്ത് മുറി ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അവരുടെ സ്ഥാപനത്തിലുണ്ടായ ചില പ്രവണതകളെ തുടർന്ന് ഇന്നലെ കുറച്ചാളുകൾ വീടുകൾ വരികയും സതീദേവിയെ അന്വേഷിച്ചു കുറെ പുറത്തുപോയി. അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാർ വന്ന് വീട്ടിൽ കയറുകയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും പരിശോധിച്ച് ഏകദേശം 6 പവനോളം സ്വർണം, കുറച്ച് ക്യാഷ് വീട് കുത്തി തുറന്ന് കൊണ്ടുപോയ ഒരു സാഹചര്യമാണത്. പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് രംഗത്തുണ്ട്. ഇന്ന് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. CPIM കോലോത്തുമുറി ബ്രാഞ്ച് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ ഒരു പ്രവണത ഒരിക്കലും വെച്ചു കുറിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. സ്ഥാപനമോ അല്ലെങ്കിൽ ഓഫീസോ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് ജീവനക്കാരെ ബലിയാടാക്കരുത്. തീർച്ചയായും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കോലോത്തുമുറി CPM ബ്രാഞ്ചിന് അഭ്യർത്ഥിക്കാനുള്ളത്. Super Absorbent Poppy's Diapers.